നമ്മുടെ എല്ലാവരുടെ ഫേവറേറ്റ് ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർ ആയ അരുൺ സ്മോക്കി. നമ്മൾ ഇന്ന് തൃശ്ശൂർ വന്നിരിക്കുന്നത് അരുൺ സ്മോക്കിയുടെ പോർഷെ പനമേര കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടി. ഇതുവരെ കേരളത്തിൽ ഒരു ടീമും ചെയ്യാത്ത പുത്തം പുതിയ കൺസെപ്റ്റ് ആയിട്ട് 3D മാട്രിക്സ് എന്ന് പറഞ്ഞ എറണാകുളത്തുള്ള ഒരു ടീമാണ് ഈ വർക്ക് ചെയ്യുന്നത്. നമ്മൾ ഈ പോർഷയുടെ തന്നെ റിയർ വിൻഡോ സ്വിച്ച്, ഫ്രണ്ട് ബമ്പർ, റിയർ ഡിഫ്യൂസർ ഇതൊക്കെയാണ് 3D പ്രിന്റ് ചെയ്ത് കസ്റ്റം ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇതുപോലുള്ള വർക്ക് റിക്വയർമെന്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ബാക്കി ഡീറ്റെയിൽസ് ഇവരുടെ ടീമിന്റെ അടുത്ത് തന്നെ. 3 സർവീസാണ് ഉള്ളത്. അത് ഫസ്റ്റ് മാനുഫാക്ചറിംഗ് ആണ്, സെക്കൻഡ് ഡ്രോയിങ്ങിന്റെ സപ്പോർട്ടാണ്, തേർഡ് എന്ന് പറയുമ്പോൾ 3D സ്കാനിംഗ് ആണ് വന്നത്. ഇതിൽ മാനുഫാക്ചറിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യാൻ ഒരു ഐഡിയോ അല്ലെങ്കിൽ എന്തെങ്കിലും പാർട്ടിന്റെ സാമ്പിളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് കൊണ്ടുവരുവാണെങ്കിൽ നമ്മൾ അതിന്റെ ഡ്രോയിങ് ഡെവലപ്പ് ചെയ്തിട്ട് അത് മാനുഫാക്ചർ ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഡ്രോയിങ് സർവീസ് എന്ന് പറയുമ്പോൾ ചില ആൾക്കാർക്ക് അത് മാനുഫാക്ചറിംഗ് ആവശ്യമുണ്ടല്ലോ, അവർക്ക് ഡ്രോയിങ് മാത്രം മതിയെങ്കിൽ അവർക്കത് ആവശ്യമുള്ള 2D 3D ഡ്രോയിങ് നമ്മൾ സപ്ലൈ ചെയ്യും. മൂന്നാമത്തെ സർവീസ് എന്ന് പറയുമ്പോൾ ലേസർ സ്കാനിംഗ് ആണ് 3D. അത് 30 മൈക്രോൺ ആക്യുറസിയിൽ അവർ കൊണ്ടുവന്ന പ്രൊഡക്റ്റിന്റെ സ്കാൻ ഡാറ്റ STL ഫയലായിട്ട് നമ്മൾ സപ്ലൈ ചെയ്യും. മെയിനായിട്ട് മെറ്റല്, പ്ലാസ്റ്റിക്, റബ്ബറാണ് യൂസ് ചെയ്യണത്. മെറ്റലിൽ വരുമ്പോൾ പൈപ്പ്, ഷീറ്റ്, സോളിഡ് ബ്ലോക്ക്. അതിൽ ഷീറ്റ് വരുമ്പോൾ ലേസർ കട്ടിങ്, ഷീറ്റ് ബെൻഡിങ്. പൈപ്പ് ആകുമ്പോൾ പൈപ്പിൻ്റെ ലേസർ കട്ടിങ്ങും പൈപ്പ് ബെൻഡിങ്ങും. സോളിഡ് ബ്ലോക്ക് വരുമ്പോൾ മില്ലിങ്, ലെയ്ത്ത്, വയർ കട്ടിങ്, ഇഡിയം സ്പാർക്കിങ്. പിന്നെ പ്ലാസ്റ്റിക്കിലേക്ക് വരുമ്പോൾ നമ്മൾ 3D പ്രിന്റിങ്ങും ഇഞ്ചക്ഷൻ മോൾഡിങ്ങും ആണ്. റബ്ബറിൽ വരുമ്പോൾ റബ്ബർ മോൾഡിങ്ങും എക്സ്ട്രൂഷനും. ഇത്രയും ആണ് മാനുഫാക്ചറിംഗ് മെത്തേഡ്. പിന്നെ മെയിനായിട്ട് നമ്മൾ ഓട്ടോമോട്ടീവ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ മെഷീനറി ഈ 2 സെഗ്മെന്റിലാണ് കൂടുതൽ വർക്ക് വരാറ്. ഓട്ടോമോട്ടീവിന് മെയിനായിട്ട് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ പ്രീമിയം കാറുകളുടെ ഇങ്ങനെ ബ്രോക്കൺ ആയിട്ടുള്ള പാർട്സ്, പിന്നെ ഇവിടെ മാർക്കറ്റിൽ ഭയങ്കര റേറ്റ് കൂടിയിട്ടുള്ളതും അത് അവൈലബിലിറ്റി ഇല്ലാത്തതും ഇമ്പോർട്ട് ചെയ്ത് വരേണ്ട ടൈപ്പ് പാർട്സുകളൊക്കെയാണ്. അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യാനാണ് കൂടുതൽ തന്നെ. പിന്നെ വിന്റേജ് വണ്ടികളുടെ AC വെന്റ്, നമ്മുടെ സീറ്റ് ബെൽറ്റിന്റെ കവർ, ഈ വണ്ടികളിൽ സൗണ്ട് സിസ്റ്റം ചെയ്യണവർക്ക് A പില്ലർ കസ്റ്റമൈസ് ചെയ്യാനായിട്ട് ഈ സ്പീക്കറിന്റെ കൺസീൽ കവറുകൾ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് വരാറ്. നമ്മളിപ്പോൾ ലാസ്റ്റ് ആയിട്ട് റീസെന്റ് ആയിട്ട് ചെയ്ത അരുൺ സ്മോക്കിയുടെ പോർഷയുടെ വർക്കാണ്. അതിന്റെ ഗ്ലാസിന്റെ സ്വിച്ച് ബ്രോക്കൺ ആയിരുന്നു. പിന്നെ ഫ്രണ്ടിലത്തെ ഫോഗ് ലൈറ്റിന്റെ അവിടുത്തെ ഒരു പ്ലാസ്റ്റിക്കിന്റെ പാർട്ട് ബ്രോക്കൺ ആയിരുന്നു. പിന്നെ അതിന്റെ ഡിഫ്യൂസർ കുറച്ച് അഗ്രസീവ് ആക്കാനായിട്ട് കുറച്ച് ഫിന്നും നമ്മൾ ചെയ്തിട്ടുണ്ട്.